എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ സൺഡേ ആയിട്ട് പോയ ആഴ്ച പള്ളിയിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ആഴ്ച ഞാൻ ഏട്ടനും പൊന്നുകുട്ടിയും കൂടി പോവാണ്. കുഞ്ചുമോൻ നേരത്തെ കാറ്ററിംഗ് ക്ലാസ് ഉള്ളത് കൊണ്ട് പള്ളിയിലേക്ക് പോയ ആഴ്ച പള്ളിയിൽ പോകാത്തത് കൊണ്ടാണ് തോന്നുന്നത് മനസ്സിനാകെ ഒരു വിഷമം. പൊന്നുകുട്ടിക്ക് പനിയായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആഴ്ച എല്ലാ വിഷമങ്ങളും മാറ്റി നന്നായിട്ട് അങ്ങോട്ട് മനസ്സ് വിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം രാവിലെ കുക്കറിൽ സാമ്പാർ ആക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വന്നത് വേഗം മാവൊക്കെ കലക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. കാരണം എല്ലാം കൂടി ഉപ്പിട്ട് കഴിഞ്ഞാൽ പുളിച്ച് പോകുമല്ലോ. അപ്പോൾ കുറച്ചെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് സാമ്പാർ താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക്, ജീരകം, കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ കടഞ്ഞു വെച്ചിരിക്കുന്ന മത്തൻ മാത്രം ഇട്ട് സാമ്പാർ വയ്ക്കുകയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ദോശയ്ക്ക്. അങ്ങനെ സാമ്പാറൊക്കെ കൂട്ടി അടുപ്പത്ത് വെച്ച് തിളയ്ക്കാവുന്ന സമയം കൊണ്ട് നമുക്കൊരു 5-6 ദോശ ഒഴിച്ച് വെക്കണം. കാരണം പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞത് ഭയങ്കര വിശപ്പാണ്. ഇന്ന് കുർബാന കഴിയാൻ തന്നെ കുറച്ച് വൈകിപ്പോയി കേട്ടോ. അങ്ങനെ വന്നതും ഏട്ടനും മക്കൾക്കും എല്ലാവർക്കും ദോശ ഒഴിച്ച് ഏട്ടനാണ് ആദ്യം കൊണ്ട് കൊടുക്കണം. ഏട്ടന് വേറൊരു സ്ഥലം വരെ പോകാനുള്ളത് കൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി സൺഡേ.